സ്കൂൾ ബാഗിൻ്റെ ഭാരം എത്രത്തോളമാകാം? പലപ്പോഴും കുട്ടികൾ അവരുടെ ബാഗുകൾ ചുമക്കുന്നത് ഒന്നല്ലെങ്കിൽ തോളത്തോ അല്ലെങ്കിൽ പുറത്തോ ആയിരിക്കും. ഇതിൻ്റെ ഭാരം അവർക്ക് താങ്ങാൻ പറ്റുന്നതിൽ കൂടുതലാണെങ്കിൽ ഇത് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. അമിതമായിട്ടുള്ള ഭാരമാണ് കുട്ടികൾ ചുമക്കുന്നതെങ്കിൽ അവർക്ക് കഴുത്തിലും അതുപോലെ തന്നെ ബാക്കിലുള്ള മസിൽസിലൊക്കെ ഓവറായിട്ട് സ്ട്രെയിൻ ഉണ്ടാക്കുന്നതുകൊണ്ട് ഇത് സ്ഥിരമായിട്ട് നടുവേദനയ്ക്കും അതുപോലെ തന്നെ കഴുത്ത് വേദനയ്ക്കും കാരണമാകാറുണ്ട്. അതുമാത്രമല്ല, പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അമിതഭാരമുള്ള ബാഗുകളാണ് കുട്ടികൾ ചുമക്കുന്നതെങ്കിൽ അവർ നടക്കുന്നത് മിക്കവാറും മുന്നോട്ടാഞ്ഞായിരിക്കും. ഇത് അവരുടെ പോസ്റ്ററിനെ കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട്. അവർക്ക് സ്കോളിയോസ് പോലുള്ള കണ്ടീഷനൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഇനി കുട്ടികളുടെ ക്ലാസ് സെക്കൻഡ് ഫ്ലോറിലോ തേർഡ് ഫ്ലോറിലൊക്കെ ആണെങ്കിൽ ഇത്തരം ഹെവി ആയിട്ടുള്ള ബാഗുകൾ കുട്ടികൾ ചുമക്കുമ്പോൾ അവരുടെ നെഞ്ചിലും അതുപോലെ തന്നെ വയറിലൊക്കെ അമിതമായിട്ടുള്ള സമ്മർദ്ദം വരുന്നതുകൊണ്ട് തന്നെ അവർക്ക് വയറുവേദന, ശ്വാസതടസ്സം, അതുപോലെ കാലുവേദനയൊക്കെ സ്ഥിരമായിട്ട് വരാറുണ്ട്. ഇങ്ങനെ സ്ഥിരമായിട്ട് അവർക്ക് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവരിലത് മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുകയും സ്കൂളിൽ പോകാനുള്ള മടിയും പഠനത്തോടുള്ള താല്പര്യക്കുറവൊക്കെ ഉണ്ടാക്കുകയും ചെയ്യും. ഒരു കുട്ടിക്ക് ചുമക്കാൻ കഴിയുന്ന മാക്സിമം ഭാരം എന്ന് പറയുന്നത് ആ കുട്ടിയുടെ ശരീരഭാരത്തിൻ്റെ 10 മുതൽ 14% വരെ മാത്രമാണ്. അതായത് ഒരു 30 കിലോ ശരീരഭാരമുള്ള കുട്ടിക്ക് ചുമക്കാൻ കഴിയുന്ന മാക്സിമം വെയിറ്റ് എന്ന് പറയുന്നത് ഏകദേശം 3 കിലോ മുതൽ 4.5 കിലോ വരെ മാത്രമാണ്. അതിൽ കൂടുതലുള്ള ഭാരം കുട്ടികൾ ചുമക്കാതിരിക്കാനായിട്ട് നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കുക.